നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റിയായ ഒരു പുതിന ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമെടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 10 പുതിനയിലയിട്ട് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ചായല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചായലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചായല നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ചായല ഇട്ടതിന് ശേഷം നമുക്ക് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് യോജിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചായ നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമെടുത്ത അതേ അളവിൽ തന്നെ പാലാണ്. 1.5 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാലിൻ്റെയും വെള്ളത്തിൻ്റെയും എല്ലാം അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് ഈ ചായയെ തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റിയായ പുതിന ചായ നമുക്ക് റെഡിയായി കിട്ടും. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ പുതിനയുടെ ടേസ്റ്റ് എല്ലാം ഈ ചായയിലേക്ക് ഇറങ്ങി നല്ല ഫ്ലേവർ ലഭിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഈ ചായ നമുക്ക് നന്നായി ആറ്റി ഒന്ന് പതപ്പിച്ചെടുക്കാം. നമുക്കിത് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. ദേ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചായ റെഡി ആയിട്ടുണ്ട്. പുതിന ചായ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.